Nucleus Properties Close Encounter, brought to you by Nucleus Properties. Nucleus Villas and Apartments, Kochi, Kottayam. Live life. Powered by Bright Light. പുതിയ ഇവോ സീരീസ് ഫ്രം ബ്രൈറ്റ് ലൈറ്റ് വിരൽത്തുമ്പിലെ സൂര്യൻ. നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. KPCC അധ്യക്ഷൻ VM സുധീരനാണ് ക്ലോസ് എൻകൗണ്ടർ. വളരെ നന്ദി സാർ. ഇന്നലെ കുഞ്ഞാലിക്കുട്ടി 25 പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലുമാണ് മലപ്പുറത്ത് വൃദ്ധചിഹ്നങ്ങളിൽ മത്സരിക്കുന്നത്. കണ്ണട, കുട തുടങ്ങിയ ചിഹ്നങ്ങളിൽ ഇതാരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പത്രക്കാർ തന്നെ അക്കാര്യത്തിലൊരു പരിശോധന നടത്തണം എന്ന ആവശ്യം ഉന്നയിച്ചു. ദേശീയ തലത്തിൽ വർഗീയതയും ഫാസിസവും ഒക്കെ പറയുന്നു. മലപ്പുറത്തെത്തുമ്പം അതൊന്നുമില്ല എന്നുള്ളത്. UDF മെച്ചപ്പെടേണ്ടതുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ അത്ര നന്നല്ല. ഇല്ല, ശ്രീ PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത് വളരെ ഗൗരവമർഹിക്കുന്ന കാര്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ കർശനമായ നടപടി ഈ കാര്യത്തിൽ സ്വീകരിക്കും. ഒരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിലില്ല. ഏതെങ്കിലും സ്ഥലത്ത് ഒന്നിച്ച് മത്സരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവിടെ ആ പഞ്ചായത്തിൽ പാർട്ടി ചിഹ്നത്തിൽ അതാത് പാർട്ടികൾ എല്ലാ വാർഡുകളിലും മത്സരിക്കണം. കോൺഗ്രസ്സിന് പുറത്ത് കക്ഷികളുമായോ വ്യക്തികളുമായോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുമായോ UDFന് പുറത്ത് ഒരു ബന്ധവും പാടില്ല എന്ന കൃത്യമായ ധാരണ എടുത്തിട്ടുള്ളതാണ്. ഏതായാലും അത് കൃത്യമായി പരിശോധിക്കുകയാണ്. മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ ഇത് സംബന്ധിച്ച് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവരിൽ നിന്നും ഡെയിലി റിപ്പോർട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെവിടെയെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ CPMോ അല്ലെങ്കിൽ മറ്റ് കക്ഷികളോ UDFൻ്റെ പുറത്തുള്ള കക്ഷികളോ വ്യക്തികളോ ആയി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കുന്ന പ്രശ്നമേയില്ല. അതിൻ്റെ പേരിൽ എന്ത് നഷ്ടം വന്നാലും. പക്ഷേ നിറയെ വിമതരാണല്ലോ. സാധാരണഗതിയിലുള്ള വിമത സാന്നിധ്യത്തെക്കാൾ ഇത്തവണ കൂടുതലുണ്ട്. എല്ലാ കോർപ്പറേഷനുകളിലും 5-6 പേരെങ്കിലും അതും വളരെ പ്രധാനപ്പെട്ട വിമതരാണ്. വളരെ തെറ്റായൊരു കണക്കൂട്ടലാണ്. മുൻകാലത്തെക്കാളും വിമതരുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോൾ സംഭവിക്കുന്നത്, ഇപ്പോൾ വിഷ്വൽ മീഡിയ തന്നെ കൊടുക്കുന്നൊരു വലിയൊരു ഹൈ റേഞ്ച്ഡ് പബ്ലിസിറ്റി ഉണ്ട്. ഒരു വാർഡിൽ ഒരു സംഗതി വന്നാൽ അതിന് വലിയ പബ്ലിസിറ്റിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുകയാണ്. ശരിയാണ്, KPCC അധ്യക്ഷൻ നടപടി എടുക്കുന്നുണ്ട്. ഈ വിമതരായി നിൽക്കുന്നവർക്കൊക്കെ അറിയാം ഇപ്പോൾ നടപടി വന്നാൽ തന്നെയും ഞങ്ങളെയൊക്കെ പാർട്ടിയിലേക്ക് തിരികെ എടുക്കും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പ്രായോഗികമാണോ? അല്ല, പ്രായോഗികമാണ്. ഇപ്പോൾ തന്നെ നിരവധി പേരുടെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെ പലരുടെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ നടപടി പിൻവലിച്ചിട്ടില്ല. ഇപ്പോൾ പാർട്ടി അച്ചടക്കം ലംഘിച്ചുകൊണ്ട്, മുന്നണി മര്യാദ ലംഘിച്ചുകൊണ്ട്, പാർട്ടിയെ നിർണായകമായ ഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അവർക്ക് വരെയുള്ള നടപടി സ്വീകരിക്കും. അതിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ചില കേസുകളിൽ മാത്രമാണ് KPCC നേരിട്ട് ഇടപെടുന്നത്. KPCC നേരിട്ട് ഇടപെടുന്ന ഒരു കാര്യത്തിലും പുനഃപരിശോധന ഉണ്ടാവില്ല. പുനഃപരിശോധന ഉണ്ടാവും എപ്പോൾ? അവരുടെ പ്രവർത്തനങ്ങൾ ഭാവിയിൽ തൃപ്തികരമാണെന്ന് ബോധ്യപ്പെടുന്നത് വരെ. ഏതായാലും തൊട്ടു പിന്നാലെയുള്ള തെരഞ്ഞെടുപ്പിൽ അവർക്ക് എക്സംഷൻ കൊടുക്കില്ല. മൂന്നാം മുതലായി BJP ഉയർന്നു വരുന്നതിനെ തടയുന്നതിൽ കോൺഗ്രസിൽ ഐക്യമുണ്ടോ? ഉമ്മൻചാണ്ടി വെള്ളാപ്പള്ളി BJP സഖ്യത്തിനോട് മൗനം പാലിക്കുകയാണ്. പിണറായി വിജയൻ പറയുന്നൊരു കഥയുണ്ട്. കഴിഞ്ഞ ദിവസം UDF യോഗം നടന്നിരുന്നു. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ നികൃഷ്ട ജീവി പരാമർശം യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടു. അപ്പോൾ ഉമ്മൻചാണ്ടി അത് തടഞ്ഞു. അതായത് KPCC അധ്യക്ഷനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചാൽ സ്വാഭാവികമായ ഒരു പ്രമേയ രൂപേണ UDF അതിനെ പ്രതിരോധിക്കണമല്ലോ. ആ നിലയിൽ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ടു. എന്നാൽ ഉമ്മൻചാണ്ടി അതൊക്കെ നമ്മൾ അവഗണിച്ചാൽ മതി എന്ന നിലപാടെടുത്തു. കുറച്ച് യോഗം മുന്നോട്ട് പോകുന്നു. അപ്പോൾ വീണ്ടും രാജൻ ബാബു അതിൻ്റെ ഭരണഘടന ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നു എന്ന നിലയിൽ രമേശ് ചെന്നിത്തല തന്നെ വിഷയം അവതരിപ്പിച്ചു. അപ്പോഴും ഉമ്മൻചാണ്ടി എഴുന്നേറ്റ് നിന്ന് ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന നിലപാടെടുത്തു. യഥാർത്ഥത്തിൽ ഈ വെള്ളാപ്പള്ളി RSS സഖ്യം ഉമ്മൻചാണ്ടിയുടെ സൃഷ്ടിയായിരുന്നു. CPMൻ്റെ അടിത്തറ തകർക്കുക എന്ന അമിത്ഷായുടെ ലക്ഷ്യത്തിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ഉമ്മൻചാണ്ടിയാണ് എന്നാണ്. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞത് തെറ്റായിട്ടുള്ളൊരു പ്രചരണമാണ്. യാതൊരു അടിസ്ഥാനവും അതിനില്ല. ഒരു കാര്യമുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്, ഒരു ശൈലിയുണ്ട്. അദ്ദേഹത്തിനും അതിൻ്റേതായ ശൈലിയുണ്ട്.
പിന്നെ UDF യോഗത്തെക്കുറിച്ച് ഈ പറഞ്ഞത് ശരിയല്ല. കാരണം എന്നെക്കുറിച്ച് ഏതൊരു വ്യക്തിയും എന്തെങ്കിലും അനഭിലഷണീയമായ ഒരു പ്രതികരണം നടത്തിയാൽ സ്വാഭാവികമായും അത് എനിക്ക് തന്നെ പറയാവുന്നതേ ഉള്ളൂ. എന്നെക്കുറിച്ചൊരു പരാമർശമുണ്ടായപ്പോൾ കൃത്യമായി ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അതിൽ വിട്ട് അതൊരു വലിയൊരു ഇഷ്യൂ ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ അനുവദിക്കുകയുമില്ല. പക്ഷേ ആ സമയത്ത് അതുകൊണ്ട് തന്നെ UDF യോഗത്തിൽ ഇങ്ങനൊരു അഭിപ്രായം ഉയർന്നു വന്നിരുന്നു. KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ തന്നെയാണ് പറഞ്ഞത് അതൊരു വിഷയമാക്കേണ്ട, വിവാദമാക്കേണ്ട. കാരണം എന്നെക്കുറിച്ചൊരു ഒരു പദപ്രയോഗമുണ്ടായി, അതിനനുസരിച്ച കൃത്യമായൊരു മറുപടി കൊടുത്തു കഴിഞ്ഞു, അവിടെ തീർന്നു. ഇനി അതുമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്ന് നിർദ്ദേശിച്ചത് ഞാൻ തന്നെയാണ്. മറ്റു വാർത്തകൾ ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു മൗനം ഉണ്ടായിരുന്നു, അത് താങ്കൾ നോട്ട് ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഇക്കാര്യത്തിൽ ഇങ്ങനെയൊരു നിലപാട് താങ്കൾ സ്വീകരിക്കുന്നത് എന്ന് അധ്യക്ഷൻ എന്നുള്ള നിലയിൽ പാർലമെന്ററി പാർട്ടി നേതാവിനോട് ചോദിക്കുക സ്വാഭാവികമാണ്. ഇല്ല, അതിന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം മൗനത്തിൻ്റെ വിഷയമില്ല. ഒന്നാമത് ഈ പരാമർശത്തിൻ്റെ പേരിൽ അതൊരു വലിയൊരു ഇഷ്യൂ ആയി കൊണ്ടുപോകാൻ നമ്മൾ ഒട്ടും ആഗ്രഹിച്ചിട്ടില്ല. കാരണം അതിന് ഗുണമില്ല. പറയാനുള്ളത് കൃത്യമായി മറുപടി കൊടുത്തു കഴിഞ്ഞു. ആ മറുപടി തൃപ്തികരമാണ് എന്ന് സാമാന്യനെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ദെയർ എൻഡ്സ് ദി മാറ്റർ. അതല്ലാതെ പിന്നെയും അതിൻ്റെ പേരിലൊരു ഇഷ്യൂ ആയി അങ്ങനെ വന്ന് വെറുതെ വേസ്റ്റ് ഓഫ് ടൈം, എൻ്റെ കാര്യമില്ല. അതുകൊണ്ട് ഞാൻ തന്നെയാണ് നിർദ്ദേശിച്ചത്. ഇതിനൊരു രാഷ്ട്രീയമായ യുക്തി കൂടി അവതരിപ്പിക്കുന്നുണ്ട് പിണറായി വിജയൻ. അരുവിക്കരയിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അവസാന നാളുകളിൽ ഉമ്മൻചാണ്ടി ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിരുന്നു. LDF 3-ാം സ്ഥാനത്തേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരുപക്ഷെ BJP 1-ാം സ്ഥാനത്തേക്ക് വന്നേക്കാം എന്ന്. അപ്പോൾ അതിലാശങ്കയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ എനിക്ക് ചുറ്റും കൂടിക്കോളൂ എന്നുള്ളൊരു നിലവരുത്തുക. അങ്ങനെ ഉമ്മൻചാണ്ടി 1-ാമതായി. സ്വാഭാവികമായും BJP 3-ാം സ്ഥാനത്ത് തന്നെ കിടക്കുന്നു. LDFൻ്റെ കുറേ വോട്ടുകൾ ചോർന്ന് UDFിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇത് ഒരു പരീക്ഷണമായിരുന്നു. ഞങ്ങൾ തന്ത്രങ്ങൾ അങ്ങനെ രൂപീകരിക്കുന്നു. പിന്നീട് ഞങ്ങളുടെ ചാനൽ ചർച്ചയിൽ വന്ന് പല കോൺഗ്രസ് നേതാക്കളും പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അത് തന്ത്രം തന്നെയായിരുന്നു. ഇത് അതിൻ്റെ 2-ാം ഘട്ടം വന്നിരിക്കുന്നു. ഈ 2-ാം ഘട്ടത്തിൽ പരമാവധി മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വോട്ടുകൾ ചോർത്തിയെടുക്കുക. കാരണം LDFിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് CPM മാത്രമാണല്ലോ. ആ CPMൽ നിന്ന് പരമാവധി ഈഴ വോട്ടുകൾ ചോർത്തിയെടുക്കുക. അതിനാണ് അമിത്ഷാ അവിടെ ഡൽഹിയിൽ നിന്നൊരു പ്ലാൻ തയ്യാറാക്കി ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. അപ്പോൾ അത് ഉമ്മൻചാണ്ടിയുടെ ആസൂത്രണത്തിലോ അല്ലെങ്കിൽ അങ്ങനെ നടന്നോട്ടെ എന്ന് വിചാരിക്കാനെങ്കിലും ഉമ്മൻചാണ്ടി തയ്യാറാവുന്നു എന്നുള്ളതാണ് പിണറായി വിജയൻ പറയുന്നത്. ഇവിടെ ബഹുമാന്യ സുഹൃത്ത് സഖാവ് പിണറായി പറയുന്നതിലൊരു കാര്യമില്ല. അവർ പറയും. കാരണം അവർക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് അവരുടെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി പറയുന്നതല്ലാതെ ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ധാരണയോ കണക്കൂട്ടലോ അതിൻ്റെ അടിസ്ഥാനമായിട്ടുണ്ട് എന്ന് ഞാൻ കരുതിയിട്ടില്ല, കരുതുന്നുമില്ല. തന്നെയുമല്ല, അവിടെ ഇതിനൊരു സാഹചര്യമുണ്ട്. കാരണം അരുവിക്കര തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി മുഴുവൻ സമയം ഉണ്ടായിരുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അവിടെ ചില ഹൗസ് ടു ഹൗസ് ക്യാമ്പയിൻ, കുടുംബയോഗങ്ങളിൽ CPM നേതാക്കന്മാരുടെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ന്യൂനപക്ഷ മേഖലകളിലെ ചില കുടുംബയോഗങ്ങളിൽ അവരുടെ ക്യാമ്പയിൻ യഥാർത്ഥ മത്സരം BJPയും CPMും തമ്മിലാണ് എന്നൊരു പ്രചരണം സംഘടിതമായി അവർ നടത്തിയിരുന്നു. അതായത് കോൺഗ്രസ്സിന് കിട്ടേണ്ട വോട്ട് CPMിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ളൊരു സംഘടിതമായ ക്യാമ്പയിനാണ് ആ മേഖലകളിലുണ്ടായത്. ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് ഒരു തവണ ഉമ്മൻചാണ്ടി മാത്രമല്ല, മറ്റൊരു സന്ദർഭത്തിൽ ഞാനും പറഞ്ഞിരുന്നു. പക്ഷെ അതിന് വേണ്ട പോലൊരു മാധ്യമ പ്രചരണം കിട്ടാതെ പോയതാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ വന്ന ഒരു ലൈവ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അതിന് കുറച്ചുകൂടെ പ്രാധാന്യം കിട്ടിയത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സാഹചര്യം ഇതാണ്. എന്തുകൊണ്ടെന്നാൽ ചില പ്രത്യേക മേഖലകളിൽ യഥാർത്ഥ മത്സരം BJPയും CPMും തമ്മിലാണ് എന്നുള്ള ഒരു ക്യാമ്പയിൻ വന്നപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതല്ലാതെ മറ്റ് യാതൊരു ഉദ്ദേശവും LDF 3-ാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ളത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആസൂത്രണമാണ്. ഞങ്ങൾ ആലോചിച്ച് പറഞ്ഞതാണ്. എന്താണ് അതിൻ്റെ ലക്ഷ്യം? നേരത്തെ പറഞ്ഞതാണ്. കാരണം ഇവിടെ CPM നേതാക്കൾ കുടുംബയുഗങ്ങളിൽ തുടർച്ചയായി അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കുന്നതിന് പകരം അത്തരം കേന്ദ്രങ്ങളിൽ ചെന്ന്, ഞാൻ നേതാക്കളെ പേരൊന്നും പറയാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പേര് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, വളരെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ചില കേന്ദ്രങ്ങളിൽ ചെന്ന് ഇവിടെ മത്സരം നടക്കുന്നത് BJPയും CPMും തമ്മിലാണ്, അതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള പ്രചാരവേല വന്നപ്പോൾ
അതിനെ ഫലപ്രദമായി ചെറുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. ഉമ്മൻചാണ്ടിയുടെ പ്രചരണമാണ് ഏറ്റത്. അല്ല, അതിപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വീകാര്യമായതല്ലേ അവർ 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 ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർ കണ്ട പ്രത്യേകത, ഇവിടെ കോൺഗ്രസ് ജയിക്കണം, അതിന് ദേശീയ തലത്തിൽ പ്രാധാന്യമുണ്ട്. ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും എല്ലാം വിലയിരുത്തിക്കൊണ്ട് ജനങ്ങളുടെ തീരുമാനം അതാണ്. ഇതിൻ്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് അദാനിയാണ്. അതിനുവേണ്ടിയാണ് അദാനിയെ ഇവിടെ ചുവപ്പു പരവതാനി വിരിച്ച് സ്വാഗതം ചെയ്തത് ഉമ്മൻചാണ്ടി. ദേശീയ കോൺഗ്രസ് നേതൃത്വം മോദിയെ എതിർക്കുന്നത് പോലെ തന്നെ, അക്ഷരാർത്ഥത്തിൽ അടിവരയിട്ട് പറയാവുന്നതാണ്, മോഡിയെ എതിർക്കുന്നത് പോലെ തന്നെ അദാനിയെയും എതിർക്കുന്നു. എന്നിട്ടും ഉമ്മൻചാണ്ടി അദാനിയെ കൊണ്ടുവരാൻ ധൈര്യം കാണിച്ചത് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടി, BJPയെ വളർത്തുന്നതിന് വേണ്ടി. ഇതൊക്കെ രാഷ്ട്രീയമായ ഒരു പ്രചാരവേല മാത്രമാണ്. ഇതിലൊന്നും എന്തെങ്കിലും കാര്യമുണ്ടെന്ന് കരുതുന്ന ആളല്ല. ഈ രാഷ്ട്രീയമാകുമ്പോൾ, തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇതുപോലെ പല സംഗതികളും ഉയർത്തിക്കൊണ്ടുവരാൻ രാഷ്ട്രീയ എതിരാളികൾ ശ്രമിക്കുക സ്വാഭാവികമാണ്. അല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും കഥയുണ്ടെന്ന് കരുതുന്ന ആളല്ല. ആരും അത് വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. അത് ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ ഞാനോ മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ്, ഇന്ത്യയിലെ കോൺഗ്രസ് കാലങ്ങളായി സ്വീകരിച്ചു വരുന്നൊരു നിലപാട്. കാരണം BJPക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ ഒരേ ഒരു പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. മറിച്ച് CPM എത്ര തവണ പല രാഷ്ട്രീയ കാരണങ്ങളാൽ BJPയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അദാനി എന്താണ് യഥാർത്ഥത്തിൽ? 2014 തെരഞ്ഞെടുപ്പ് മാത്രം എടുക്കുക. BJPയുടെ ഫണ്ട് റൈസർ അല്ലേ? BJPക്ക് എത്ര പണം വേണമോ, എത്ര ഹെലികോപ്റ്റർ വേണമോ, എത്ര വിമാനങ്ങൾ വേണമോ അത് മുഴുവൻ നൽകിക്കൊണ്ടിരിക്കുന്നത് അദാനിയാണ്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയാണ്. അങ്ങനെ ഒരാളെ വിഴിഞ്ഞത്തേക്ക് ചുവപ്പ് പരവതാനി വിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നോ? ഉണ്ടാകുമ്പോഴാണ് ഒരു 300 കോടിയുടെ കണക്ക് ഒക്കെ തന്നെയും വിശദമാക്കേണ്ടി വരുന്നത് മറുപക്ഷത്ത്. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. നമുക്കറിയാം വിഴിഞ്ഞം പ്രോജക്റ്റ് വരേണ്ടത് ആവശ്യമായിരുന്നു. വിഴിഞ്ഞം പ്രോജക്റ്റിന് നിയമാനുസൃതമായി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി സുതാര്യമായി സംസ്ഥാന ഗവൺമെൻറ് നടപടികൾ മുന്നോട്ട് നീക്കി. വന്നുപെട്ടത് അദാനിയാണ്. അദാനിയല്ല, ഇതേ രീതിയിൽ വേറെ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ അവർ വരുമായിരുന്നു. അല്ലാതെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് വെച്ചുകൊണ്ടാണെന്ന് നമുക്ക് അതിൻ്റെ നടപടിക്രമങ്ങൾ പരിശോധിച്ചാൽ ആർക്കും പറയാനാവില്ല. യാതൊരു സംശയവുമില്ല. അദാനിയെ വിളിച്ചു കൊണ്ടുവരുന്നതിൽ ഈ നിലയിൽ അദാനിയെ തിരുവനന്തപുരം മേഖലയിലാണ്, തിരുവനന്തപുരത്തെ ഒരു വലിയ പ്രൊജക്റ്റ്, BJP ആണെങ്കിൽ ശക്തി കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നതും ഈ മേഖലയിൽ, അവിടെ BJPയുടെ ഒരു ഫണ്ട് റൈസറെ കൊണ്ട് വലിയൊരു വ്യവസായം ഏൽപ്പിക്കുന്നത് രാഷ്ട്രീയമായി ശരിയാണോ? അല്ല, അതല്ല. നേരത്തെ LDF ഗവൺമെൻറ് കാലത്തും LDF ഗവൺമെൻറ് നടത്തിപ്പ് അല്ലല്ല അദാനിയുമായി ബന്ധപ്പെട്ടല്ലോ. അല്ല, എന്തിൻ്റെ കാര്യത്തിലായാലും ഇത് അടങ്കലാണ്. അല്ല, ഇതേ അദാനിയുമായി ശ്രീ അച്യുതാനന്ദൻ ഗവൺമെൻറ്, LDF ഗവൺമെൻറ് ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. LDFിൻ്റെ ഭരണകാലത്ത് അദാനി വരുമ്പോൾ അദാനി അന്ന് BJPയുടെ ഫണ്ട് റൈസറോ അങ്ങനെ ഫണ്ട് റൈസ് ചെയ്തുകൊണ്ട് BJPക്ക് എന്തെങ്കിലും ഗുണവും ഉണ്ടാവുന്ന കാലഘട്ടമല്ല. ഇന്ന് അതല്ല. ഇന്ന് തിരുവിതാംകൂറിൽ ശക്തി പ്രാപിക്കുന്ന BJPക്ക് അക്കൗണ്ട് തുറക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനെങ്കിലും പര്യാപ്തമായിരിക്കും. ഇതൊക്കെ വളരെ എക്സാജറേറ്റഡ് പറയുന്നതാണ്, അതിശക്തിപരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. LDF അദാനിയെ തൊട്ടാൽ കുഴപ്പമില്ല, UDF തൊട്ടാൽ പ്രശ്നം എന്ന് പറയുന്ന ഈ വാദഗതി ഒരിക്കലും ന്യായീകരിക്കാം. സുധീരൻ എന്ന കോൺഗ്രസ് നേതാവിന് അദാനി വന്നതിൽ അതൃപ്തിയൊന്നുമില്ല. അല്ല, ഇതിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്കോ നിലപാടുകൾക്കോ പ്രസക്തിയില്ല. എന്തുകൊണ്ടെന്നാൽ പിൻവാങ്ങുകയല്ല. എന്തുകൊണ്ടെന്നാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് അതിൻ്റേതായ എല്ലാ സാധ്യതകളും പരിശോധിക്കുന്ന ഗവൺമെൻറ്റാണ്, പാർട്ടിയല്ല. ഗവൺമെൻറ് അത് പരിശോധിച്ചു. ഗവൺമെൻറ്റിന് മുമ്പിൽ എല്ലാ ഓപ്ഷൻസും ഉണ്ടായിരുന്നു. ആ ഓപ്ഷൻസ് എല്ലാം ഗവൺമെൻറ് പരിശോധിച്ചു. പക്ഷേ അവസാനം വന്നു പെട്ടത്, അല്ലെങ്കിൽ ഈ അതിൻ്റെ നടപടിക്രമങ്ങളനുസരിച്ച് വന്നത് ഈ സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. ഇതല്ല, വേറൊരു സംവിധാനമാണ് ഇതേ രീതിയിൽ വന്നിരുന്നെങ്കിൽ അവരാകുമായിരുന്നു അതിൻ്റെ നടത്തിപ്പ്. പിന്നെ ഇതിനകത്ത് വരുന്നത് അവസാന ഘട്ടത്തിൽ വന്നുപെട്ട് ഇതൊരു യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രചരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് നീണ്ടുപോയാൽ തിരുവനന്തപുരത്തെ ജനങ്ങളത് പൊറുക്കില്ല. ആ ജനങ്ങളുടെ ഹിതം, മനഃശാസ്ത്രം,
ജനങ്ങളുടെ താല്പര്യം കണക്കിലെടുക്കുക എന്നുള്ളത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. മൗനം സമ്മതം താങ്കൾ കൊടുത്തത് തിരുവനന്തപുരത്തിൻ്റെ ഒരു അതൃപ്തി വേണ്ട എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, മൗനം സമ്മതമല്ല. സ്വാഭാവികമായി ഏത് കാര്യം വരുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന നടത്തുക ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു സമീപനമല്ലാതെ, ഈ ഒരു രീതിയല്ലാതെ മറ്റു മാർഗമില്ല. ഉമ്മൻചാണ്ടിക്ക് അക്കാര്യത്തിൽ രഹസ്യ അജണ്ട ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ KPCC പ്രസിഡന്റ്? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഏതെങ്കിലും രഹസ്യ അജണ്ട ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിൻ്റെ അജണ്ട എന്ന് പറയുന്നത് വിഴിഞ്ഞം പ്രോജക്റ്റ്, വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ്. അതിന് ഇപ്പോൾ ഈ അവസരം നഷ്ടപ്പെട്ടാൽ പിന്നെയും ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തും. അത് ഉണ്ടാക്കാൻ അനുവദിക്കരുത്, ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കരുത് എന്നുള്ള ഒരു മനോഭാവം മാത്രമാണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്ന് ഞാൻ ആത്മാർത്ഥമായി. KPCC അധ്യക്ഷ പദവി VM സുധീരന് അർഹിക്കുന്ന അംഗീകാരം തന്നെയാണ്. പക്ഷേ എത്ര കണ്ട് ആത്മാർത്ഥമായും സത്യസന്ധമായും അസർട്ടീവായും പ്രവർത്തിക്കാൻ അങ്ങേക്ക് സാധിച്ചിട്ടുണ്ട്? തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുനഃസംഘടന വേണമെന്നൊരാഗ്രഹക്കാരനായിരുന്നു. ഹൈക്കമാൻഡും അതാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ IA ഗ്രൂപ്പുകൾ തടഞ്ഞു വെച്ചു. പിന്നെ അത് ഒരു തോൽവിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ തലയിൽ വേണ്ട എന്ന് വിചാരിച്ച് തൽക്കാലത്തേക്ക് പുനഃസംഘടന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം മതി എന്ന നിലപാടെടുത്തു. ഈ ഗ്രൂപ്പുകാർ അങ്ങേ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നുണ്ടോ? അതല്ല, ഗ്രൂപ്പുകൾ കോൺഗ്രസിനകത്ത് എത്രയോ കാലമായിട്ടുണ്ട്. പക്ഷേ ഗ്രൂപ്പ് അതിപ്രസരം ഒഴിവാക്കുക എന്നുള്ളൊരു നിലപാടാണ് ആദ്യം മുതലേ ഞാൻ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. KPCC പ്രസിഡൻ്റായതിന് ശേഷമല്ല, KPCC പ്രസിഡൻ്റ് ആകുന്നതിന് മുമ്പും എൻ്റെ നിലപാട് അതുതന്നെയാണ്. ഏതായാലും ഒരു കാര്യത്തിൽ സംശയം വേണ്ട, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ പുനഃസംഘടനാ പ്രക്രിയ അതൊരു തുടർച്ചയായിട്ടുള്ള പ്രക്രിയയാണ്. അത് നിന്നതല്ല. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് മുന്നോട്ട് നീങ്ങാത്തതാണ്. ഏതായാലും അത് മുന്നോട്ട് പോകും. ചില സന്ദർഭങ്ങളിലെങ്കിലും അത് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു എങ്കിൽ പോലും അതിനൊക്കെ അതിജീവിക്കത്തക്ക ഒരു സംവിധാനം, ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനാണ് മുന്നോട്ട് പോകുന്നത്. VM സുധീരൻ KPCC അധ്യക്ഷനായതിനു ശേഷം Iയും Aയും ഒന്നിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്കയും ക്യൂബയും തമ്മിലൊന്നും ഒത്തുചേരുമെന്ന് നമുക്ക് യാതൊരു അത്ഭുതമില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവർ ഒത്തുചേരേണ്ടതാണ്. പക്ഷേ ഇവിടുത്തെ Iയും Aയും അങ്ങനെ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഒത്തുചേർന്നിട്ടുള്ളവരോ ഇനി ഏതെങ്കിലും കാലത്തിൽ ഒത്തുചേരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരോ അല്ല. VM സുധീരൻ വരുമ്പോൾ അവരൊക്കെ ഒത്തുചേരുകയാണ്. എന്താണ് അതിൻ്റെ ഗുട്ടൻസ്? അല്ലല്ല, എല്ലാവരും ഒത്തുചേരുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു തരത്തിലും ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. എല്ലാവരും ഒത്തുചേരണം, അതിൻ്റേതായൊരു ഗുണം നമുക്കുണ്ടാകും. തീർച്ചയായും പാർട്ടിക്ക് അതിൻ്റേതായ പാർട്ടി ഐക്യം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രസക്തമാണ്. അതിൻ്റെ പ്രയോജനം പാർട്ടിക്ക് കിട്ടും എന്ന ഉറച്ച വിശ്വാസം. ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്? ഒരിക്കലുമല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ പോകേണ്ട കാര്യമില്ല. കാരണം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുമായി എത്രയോ സംവത്സരങ്ങളുടെ അടുത്ത ബന്ധം എനിക്കുണ്ട്. അത് എത്രയോ വർഷങ്ങളായി. KSU പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, മറ്റ് രീതിയിൽ മന്ത്രി എന്നുള്ള നിലയിൽ, മറ്റ് സ്പീക്കർ എന്നുള്ള നിലയിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അപരിചിതനായ ഒരാളല്ല. ഗ്രൂപ്പുകളുടെ കയ്യിലല്ലേ സംഘടനയാകെ തന്നെയും. അപ്പോൾ ഈ ഗ്രൂപ്പുകൾ ഒന്നിച്ചു നിൽക്കുക, ഈ ഗ്രൂപ്പുകൾ അവരുടെ ചട്ടക്കൂടിൽ നിന്ന് വിട്ടുമാറാതിരിക്കുക എന്ന് പറയുമ്പോൾ KPCC പ്രസിഡന്റിൻ്റെ പ്രവർത്തനം എത്ര കണ്ട് സുഗമമാകും? ഒരു സത്യസന്ധമായ സുഗമമാകുക എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുക എന്നുള്ള ഉത്തരവാദിത്തമാണല്ലോ നമുക്കുള്ളത്. ഇപ്പോൾ 21,000 ബൂത്ത് കമ്മിറ്റികൾ ഒരൊറ്റ ദിവസം കൊണ്ട് രൂപീകരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് സോണിയാഗാന്ധി വിശേഷിപ്പിച്ചതുപോലെ ഇറ്റ് ഈസ് എ ഹിസ്റ്റോറിക് ഈവൻറ്റ് എന്നാണ് സോണിയാഗാന്ധി വിശേഷിപ്പിച്ചത്. അപ്പോൾ അത്രമാത്രം ഭംഗിയായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പാർട്ടി ഗവൺമെൻറ്റിൻ്റെ പല വിഷയങ്ങളിലും പാർട്ടിയുടെ ആ ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായി തന്നെ പോസിറ്റീവായിട്ടുള്ള ഇടപെടൽ നടത്താറുണ്ട്. അതിൻ്റേതായിട്ടുള്ള പ്രയോജനം ഗവൺമെൻറ്റിനും ഉണ്ടായിട്ടുണ്ട്, പാർട്ടിക്കും ഉണ്ടായിട്ടുണ്ട്. 21,000 ബൂത്തുകളിൽ ഒരു ദിവസം തെരഞ്ഞെടുപ്പ് നടത്തി അതൊരു ഹിസ്റ്റോറിക് ഇവൻ്റാക്കി മാറ്റാൻ അങ്ങേക്ക് കഴിഞ്ഞു. മേൽ നടപടികൾ ഉണ്ടാകുന്നില്ലല്ലോ, ഉണ്ടാക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ ഇവരെല്ലാം കൂടെ ബസ്സിൽ പിടിച്ച് അത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ കേരളത്തിലെമ്പാടും മണ്ഡലം കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കാൻ സാധിച്ചത്. കേരളത്തിൽ എത്രയോ വർഷം മുകളിലേക്ക് പോകുമ്പോഴേക്കും ഇവർ മുകളിലേക്ക് വന്നു, ബൂത്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞ് വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചു. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചു. കേരളത്തിൽ ഏതാണ്ട് ഒരു 18,000-ഓളം വാർഡ് കമ്മിറ്റികളുണ്ട്. വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചു. അത് കഴിഞ്ഞു മണ്ഡലം കമ്മിറ്റികൾ മുഴുവൻ പുനഃസംഘടിപ്പിച്ചു.
ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ മുഴുവൻ പുനഃസംഘടിപ്പിച്ചു. അവസാന റൗണ്ട് എന്നുള്ള രീതിയിൽ ജില്ലാ പുനഃസംഘടന തുടങ്ങി വെച്ച് മുന്നോട്ട് പോകുമ്പോഴാണ്, അതുമായി ബന്ധപ്പെട്ട അവസാനവട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് പോകുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രധാന ദൗത്യം പുനഃസംഘടന പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ്. അത് അസംബ്ലി തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ കൂടുതൽ സജ്ജമാക്കുന്നതിന് അത് ആവശ്യമാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പുനഃസംഘടന പൂർത്തിയാക്കണം എന്ന് KPCC അധ്യക്ഷൻ ഇവിടെ നിന്ന് പറയുകയാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഡൽഹിയിൽ പോയി പറയുന്നത് അതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു ലീക്ക് വരുന്നു, അത് അങ്ങനെ ചെയ്താൽ മതി എന്നുള്ള നിലയിൽ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഹൈക്കമാൻഡിനേക്കാൾ ശക്തി ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കാണ്? അതല്ല, നമ്മൾ ആവശ്യമില്ലാത്ത ആട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കറിയാം എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നത് അതേപോലെ സമയബന്ധിതമായി തീർക്കാൻ സാധിക്കുമോ? ഒരു സ്ഥാപനത്തെ നയിക്കുന്ന ആളാണ് നികേഷ് കുമാർ. നികേഷ് ആഗ്രഹിക്കുന്നത് അതുപോലെ എല്ലാ അധികാരങ്ങളും ഉണ്ടെങ്കിലും അതുപോലെ മുന്നോട്ട് പോകാൻ എപ്പോഴും സാധിക്കുമോ? ഇല്ല. ഇപ്പം നമുക്കറിയാം ചില പ്രായോഗികമായ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നു. ആ ബുദ്ധിമുട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകും, യാതൊരു സംശയവുമില്ല. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബൂത്ത് തലം മുതൽ ബ്ലോക്ക് തലം വരെ ഏതാണ്ട് പൂർത്തിയാക്കാൻ സാധിച്ചൊരു പ്രക്രിയ ചെറിയ കാര്യമല്ല. ബാക്കി വരുന്നത് പൂർത്തിയാക്കാൻ സാധിക്കും. അതിനകത്ത് നമുക്കറിയാം, ഒരു പാർട്ടി സംവിധാനമാകുമ്പോൾ അതിൻ്റേതായ ചില ചർച്ചകളും കാര്യങ്ങളും അഭിപ്രായങ്ങളും യോജിപ്പുകളും വിയോജിപ്പുകളും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകും. ഇപ്പോൾ ഒരു വലിയ ഗുണം കിട്ടിയത് കേരളത്തിലെ പാർട്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ആദ്യം ചർച്ച ചെയ്തത് ഉമ്മൻചാണ്ടി ആണോ ഈ മൂന്നാം മുന്നണിക്ക് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്, രണ്ടാമത് സംഘടനാ തലത്തിൽ താങ്കളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ AI ഗ്രൂപ്പുകൾ യോജിച്ച് നിന്ന് പ്രതിരോധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. മൂന്നാമത്തേത് KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഈ ഭരണത്തിൽ നടക്കുന്ന അഴിമതിയെ വേണ്ട വിധത്തിൽ നിയന്ത്രിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. കെ മാണിയും കെ ബാബുവും സോളാറും അങ്ങനെ നിരവധി ആക്ഷേപങ്ങൾ വന്നപ്പോൾ അഴിമതിക്കെതിരായി എന്നും പടപൊരുതിയിട്ടുള്ള VM സുധീരൻ KPCC അധ്യക്ഷ പദവിയിലെത്തിയപ്പോൾ അതേക്കുറിച്ച് മൗനം പാലിക്കും? ഇല്ല. ഇതേക്കുറിച്ച് ഏത് വിഷയമായാലും ഇപ്പം നിങ്ങൾ പറഞ്ഞ രീതിയിലല്ല, അഴിമതിയുമായി ബന്ധപ്പെട്ടതോ അനഭിലഷണീയമായ പ്രവണതകളോ ഉണ്ടാകുന്ന ഘട്ടത്തിൽ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ, പറയേണ്ട വേദിയിൽ, പറയുന്ന വിധത്തിൽ പറയുക എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ ജോലിയാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പലതും പുറത്തു വരുന്നില്ല, പുറത്ത് പറയാറില്ല. രാഷ്ട്രീയ ഔചിത്യം പാലിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം കൂടെ എനിക്കുണ്ട്. കാരണം കേരളത്തിലെ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടിയുടെ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ എന്നിൽ അർപ്പിതമായ ചുമതല, ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം, പാർട്ടിയോടുള്ള ഉത്തരവാദിത്തം, പാർട്ടി പ്രവർത്തകരോടുള്ള കമ്മിറ്റ്മെൻറ്റ്, ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഓരോ വിഷയത്തിലും ആവശ്യമായ ഇടപെടലുകൾ നടത്തുക. അതിലൊന്നും ഒരിക്കലും മടിക്കാറില്ല. പിന്നെ ചിലപ്പോൾ ഇതെല്ലാം അതിൻ്റേതായ രീതിയിൽ ഔചിത്യപൂർവ്വം കൈകാര്യം ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ആ രീതിയിൽ മുന്നോട്ട് പോകും. പക്ഷേ അഴിമതിക്കെതിരെ നിലപാടെടുക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അഴിമതി ഒരു പ്രധാനപ്പെട്ട വിഷയമായിരിക്കില്ലേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും? അത് ഒരു തിരിച്ചടിയാകും എന്ന് ഭയക്കുന്നുണ്ടോ? ഇത്രയധികം ആക്ഷേപങ്ങൾ വന്നിട്ടുള്ളൊരു സർക്കാർ അപൂർവമായിരിക്കും, ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. അതിനൊരു സ്വാഭാവിക തിരിച്ചടി ഉണ്ടാകില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല മറുപടി അരുവിക്കരയാണല്ലോ. ഇവിടെ നടക്കുന്ന പ്രചരണങ്ങൾ പോലെ എല്ലാം അതുപോലെ തന്നെ ആവണമെന്നില്ലല്ലോ. ഈ പ്രചരണങ്ങൾ ഒരു ഭാഗത്ത്, അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം വേറൊരു ഭാഗത്ത്. അതല്ലാതെ ഇതിനകത്ത് കാര്യമായ എത്രമാത്രം പ്രശ്നം വരുന്നു എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതാണല്ലോ അരുവിക്കര ഈസ് എ ക്ലിയർ ആൻസർ ടു ഓൾ ദീസ് ക്വസ്റ്റ്യൻസ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുകയാണ്. സർക്കാരിൻ്റെ വിലയിരുത്തലാകുമെന്ന് ആവർത്തിച്ച് പറയുകയാണ് ഉമ്മൻചാണ്ടി. സർക്കാരിൻ്റെ വിലയിരുത്തലാകും എന്ന് KPCC കരുതുന്നുണ്ടോ? കേരളത്തിൽ കഴിഞ്ഞ 4 വർഷമായി അധികാരത്തിലുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം വിലയിരുത്തുന്നതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പ്രാദേശികമായി നിൽക്കുന്ന പ്രാദേശിക വിഷയങ്ങൾ കൂടി അവിടെ സ്വാഭാവികമായി ചർച്ചയ്ക്ക് വരും. കാരണം ആ പഞ്ചായത്തിലെ വിഷയങ്ങൾ, ആ നഗരസഭയിലെ വിഷയങ്ങൾ, അതൊക്കെ സ്വാഭാവികമായി ഈ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതോടൊപ്പം തന്നെ അതും ചർച്ചാ വിഷയമാകും. പിന്നെ ഏത് തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ പഴയ കാലം പോലെയല്ല, സ്ഥാനാർത്ഥികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ഈ താഴെ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഓരോ സ്ഥാനാർത്ഥിയെയും ജനങ്ങൾക്ക് നേരിട്ടറിയാം. അപ്പോൾ ആ സ്ഥാനാർത്ഥികൾ
വളരെ നല്ല സ്ഥാനാർത്ഥികളായി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ സ്ഥാനാർത്ഥിക്ക് ഒരു അഡ്ജുണ്ടാവും. അപ്പോൾ സ്ഥാനാർത്ഥികൾ ഘടകമാണ്, പ്രാദേശിക വിഷയങ്ങൾ ചർച്ച വരും, അതോടൊപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായി സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടും. അത് മുഖ്യമന്ത്രി പറഞ്ഞത് ശരി തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നിലനിൽക്കുന്ന ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അലയടികളും BJP സർക്കാരിൻ്റെ വർഗീയവൽക്കരണവും അവരുടെ ആ നീക്കങ്ങളുമൊക്കെ സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പിൽ 60% സീറ്റുകളിൽ വിജയിച്ചതാണ് UDF. അവിടെ ഒരു പരാജയം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്ന് കരകയറാനുള്ള സമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഉണ്ടോ എന്നുള്ളത് തിരിച്ച് LDF-നും അത് ബാധകമാണ്. തീർച്ചയായും ഈ സമയം മതി, അധിക സമയം ഇല്ലാതിരിക്കുകയാണ് നല്ലത്. ഈ സമയം തന്നെ ധാരാളം. ഏതായാലും UDF ആത്മവിശ്വാസത്തിലാണ്, വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ വളരെ ആത്മവിശ്വാസത്തിൽ പറയുകയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം UDF നേടും. ആ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചവിട്ടുപടിയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. ഭരണ തുടർച്ച, UDF-ൻ്റെ ഭരണ തുടർച്ച ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. വളരെ നന്ദി ശ്രീ VM സുധീരൻ, ക്ലോസ് എൻകൗണ്ടറിൽ പങ്കെടുത്തത്. താങ്ക് യു. Nucleus Properties Close Encounter brought to you by Nucleus Properties. Nucleus Villas and Apartments, Kochi, Kottayam. Live life. Powered by Bright Light. പുതിയ ഇവോ സീരീസ് ഫ്രം ബ്രൈറ്റ് ലൈറ്റ്. ബ്രൈറ്റ് ലൈറ്റ്, വിരൽത്തുമ്പിലെ സൂര്യൻ.